ഹായ് ഓൾ. സോ നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ട് കാത്തിരുന്ന നമ്മുടെ ക്ലാസ് 8 സയൻസിന്റെ ബുക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. നോക്കിയ മക്കളെ, നമ്മുടെ ബുക്കിന്റെ പേര് ക്യൂരിയോസിറ്റി എന്നാണ്. ക്ലാസ് 7 നമ്മൾ ഈ പുസ്തകം കണ്ടതാണ് അല്ലെ. ഇതുപോലൊരു പാറ്റേണുള്ള പുസ്തകം നമ്മൾ കണ്ടതാണ്. സോ മുൻ വർഷങ്ങളിലെല്ലാം പഠിച്ചിരുന്ന വ്യത്യസ്തമായിട്ട് ഒരു കോൺസെപ്റ്റിനെ വ്യക്തമായി മനസ്സിലാക്കാനും ആ കോൺസെപ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ആ കോൺസെപ്റ്റിനെ വ്യക്തമായി നമ്മുടെ റിയൽ ലൈഫിലേക്ക് അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ പുസ്തകം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 13 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. സോ അതിലേക്ക് വരുന്നതിന് മുന്നേ ബുക്ക് തുടങ്ങിയ സമയത്ത് പറഞ്ഞു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് NEP അനുസരിച്ച് നമ്മുടെ പുസ്തകം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിപ്പിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെ ഓരോ സയന്റിസ്റ്റ് ചിന്തിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് വ്യക്തമായി ഓരോ കോൺസെപ്റ്റിന്റെയും ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഒരുക്കുന്നത്. സോ മക്കളെ നോക്കണം, ഈ വർഷത്തെ നമുക്ക് പഠിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു 13 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ക്ലാസ് 7 നിങ്ങൾ കണ്ടതാണ്. സിമിലർ വേ നമ്മൾ ഈ പഠിക്കുന്ന 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 12 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു ബ്രീഫ് ഐഡിയ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, എക്സ്പ്ലോറിംഗ് ഇൻവെസ്റ്റിഗേറ്റീവ് വേൾഡ് ഓഫ് സയൻസ്. ദെൻ നിങ്ങൾ നോക്കിയേ, ആദ്യം കാണുന്ന ഈ 2 ചാപ്റ്റേഴ്സ് ഇവർ രണ്ടുപേരും ബയോളജിയിലെ ചാപ്റ്റേഴ്സ് ആണ്. ദെൻ ഒരു 3 ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്സിൽ വരുന്നത്. ദെൻ നിങ്ങൾക്ക് ഒരു 3 ചാപ്റ്റേഴ്സ് കൂടി കാണാം, അവർ കെമിസ്ട്രി ആണ്. വീണ്ടും വന്നു 2 ഫിസിക്സ് ചാപ്റ്റേഴ്സ്. ദെൻ ഫൈനലി 2 ബയോളജി ചാപ്റ്റേഴ്സ്. ഇങ്ങനെയാണ് ഒരു ചാപ്റ്റർ റിവിഷൻ സബ്ജക്ട് വൈസ് പോകുന്നത്. ഈ ചാപ്റ്ററുകളെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാപ്റ്റർ തുടങ്ങുന്നതേ എങ്ങനെയാണെന്നറിയോ? നോക്കിയേ മക്കളെ, പ്രോബ് ആൻഡ് പോണ്ടർ. ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ റിയൽ ലൈഫിൽ എന്ത് സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷനെ ഈ പറഞ്ഞ കോൺസെപ്റ്റുമായി കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ആലോചിക്കേണ്ടത്. സോ അങ്ങനെയുള്ള കുറച്ച് തിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ആണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായി നമ്മൾ പഠിക്കും. പല സെക്ഷൻസും, ഒരുപാട് സെക്ഷൻസ് വളരെ മനോഹരമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച് മുന്നോട്ട് പോകും. ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ബുക്കിൽ. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഈ പുസ്തകം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന് അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ വളരെ സേഫ് ആയിട്ട് വേണം ചെയ്യാൻ അല്ലേ. ആ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ കാണിക്കുന്ന സേഫ്റ്റി ഫസ്റ്റ് എന്ന സെക്ഷൻ കാണാം. ഇത് നമ്മളിങ്ങനെ ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ കാണാം, സേഫ്റ്റി ഫസ്റ്റ് സെക്ഷൻ കാണാം. പിന്നെ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ എവർ ഹെഡ് ഓഫ്, ഈ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഇടയ്ക്ക് നിങ്ങളുടെ ക്യൂരിയോസിറ്റി ഇങ്ങനെ പിടിച്ച് വെക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിക്കും. ഹാവ് യു എവർ ഹെഡ് ഓഫ് എന്ന് കാണും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു കോൺസെപ്റ്റ് പഠിച്ചു, നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് പറയും ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്നൊക്കെ പറയും അല്ലേ. സോ ആ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, വലിയ ക്ലാസ് നിങ്ങൾ എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്, കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള, കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള, കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള ചിന്ത എങ്ങനെ ചിന്തിക്കാമെന്ന കാര്യമാണ് എ സ്റ്റെപ്പ് ഫർദർ എന്ന് കാണുന്ന ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇതെല്ലാം ചാപ്റ്റർ പഠിക്കുന്ന ഒപ്പം തന്നെ നിങ്ങളുടെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടാതെ, നിങ്ങളുടെ സയന്റിഫിക് ടെമ്പർ നഷ്ടപ്പെടാതെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ചില സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കോൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായത്, ഏതെല്ലാം സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിനുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയത്, ഏത് സയന്റിസ്റ്റ് ആണ് ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. സോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്ന സെക്ഷനാണ് അവർ സയന്റിഫിക് ഹെറിറ്റേജ്. ദെൻ നിങ്ങളൊരു സയന്റിസ്റ്റിനെ പോലെ ചിന്തിപ്പിക്കാനും എങ്ങനെയാണ് സയന്റിസ്റ്റ് ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചതെന്നും സയന്റിസ്റ്റിന്റെ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന സെക്ഷൻസ് നിങ്ങൾക്ക് തിങ്ക് ലൈക്ക് എ സയന്റിസ്റ്റ് ഭാഗത്ത് കാണാം. അവിടെയും നിങ്ങൾ സയന്റിസ്റ്റ് ആക്കുക, നിങ്ങളുടെ ആ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക, വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ഒരു കാര്യത്തെ എന്താ പറയുക നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് തിങ്ക് ലൈക്ക് എ സയന്റിസ്റ്റും BA സയൻസ് സെക്ഷനിൽ ഉൾപ്പെടുത്തിക്കുന്നത്. ദെൻ നമ്മൾ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സ്നാപ്ഷോട്ട് ആയിട്ട് ആ ചാപ്റ്റർ നമ്മൾ പഠിച്ച കീ കോൺസെപ്റ്റ് കാണാം, കീ വേർഡ്സ് കാണാം. ആൻഡ് ഫൈനലി നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന എക്സസൈസ് പാർട്ടിന് പേര് നോക്കി കീപ് ദ ക്യൂരിയോസിറ്റി അലൈവ്. നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ എക്സസൈസ് ആയിട്ട് നമ്മൾ ആ പഠിച്ച ആ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിലനിർത്താനുള്ള കാര്യങ്ങളും ക്യൂരിയോസിറ്റി അല്ല കീപ് ദ ക്യൂരിയോസിറ്റി അലൈവ് എന്നുള്ളത് കാണാം. സോ ഇത് ആക്ച്വലി നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്ന സമയത്ത് ഓരോ സെക്ഷനും കൊടുക്കുന്ന പേരുകളാണ്. ഇതിന്റെ എല്ലാം ഉദ്ദേശം ഈ പറയുന്ന കോൺസെപ്റ്റുകളെ വളരെ ഡീപ്പായി ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ട് പഠിക്കുക എന്ന കാര്യം തന്നെയാണ്. ബേസിക്കലി ഈ ബുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ഡിസ്കഷൻ, ഒരു ഡിബേറ്റ് മോഡിലാണ്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിസ്കവർ, ഡിസൈൻ ആൻഡ് ഡിബേറ്റ്. ഈ ഭാഗത്ത് നമ്മൾ ഈ പഠിച്ച കോൺസെപ്റ്റുകൾ വ്യക്തമായി ഡെലിവർ ചെയ്യാനും നമുക്ക് ബാക്കിയുള്ളവർ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ പുസ്തകം തരുന്നത്. സോ മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പുസ്തകമാണ്. കണ്ടന്റ് വൈസ് പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന മുന്നേ പഴയ ബുക്കിലുണ്ടായിരുന്ന ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ ബുക്കിലുണ്ടായിരുന്ന കോൺസെപ്റ്റുകൾ അവിടെ ഉണ്ട്. ഫോഴ്സ് ഉണ്ട്, പ്രഷർ ഉണ്ട്. ദെൻ പുതിയ കോൺസെപ്റ്റുകളായിട്ട് ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ട്, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, നമ്മൾ 10th പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ്, അതെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ദെൻ
അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള വളരെ രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ് ഈ വർഷം CBSE നിങ്ങൾക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി അടിപൊളിയായിട്ടുള്ള പുസ്തകം വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഈ പുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം അടിപൊളിയായി പഠിക്കാൻ വേണ്ടി നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് അവസാനിപ്പിച്ച് കഴിഞ്ഞു അല്ലേ, ഏകദേശം എൻ്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ ഈ ബാച്ച് തുടങ്ങും, പുതിയ NCERT ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ക്ലാസ് 8 CBSE മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ യോധ ബാച്ചിൽ പുതിയ ക്ലാസ് 8 CBSE ബാച്ചിൽ പുതിയ ബുക്കിന്റെ ഒരു ബാച്ച് NCERT ന്യൂ ബുക്ക് ബാച്ച് ആരംഭിക്കും. ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, വളരെ കാര്യങ്ങൾ ഡീറ്റെയിൽ പറയാൻ വേണ്ടി നാളെ വൈകുന്നേരം കൃത്യം 7:30 നിങ്ങളുടെ സ്വന്തം രോഹിത് സാർ വരുന്നുണ്ട്. സോ ലൈവിൽ എല്ലാ മക്കളും വരിക, കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ നമുക്ക് അവിടെ നോക്കാം. സി യു, ഓൾ ദി ബെസ്റ്റ്.